ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാഹ് നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ 3-4 ദിവസമായി ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല. നമുക്ക് ശരീരം കൊണ്ട് വയ്യാത്ത കാരണം അതൊന്നിനും ഒരു താല്പര്യമില്ലാത്ത പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ കുക്കിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലേ രാവിലെ അടുക്കളയ്ക്ക് ഇറങ്ങാൻ തന്നെ. പിന്നെ വെള്ളപ്പത്തേക്ക് ഞാൻ വെള്ളക്കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ മോളെയൊക്കെ മദ്രസയിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ വെള്ളക്കുറുമയാണ് കേട്ടോ ആദ്യം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് വെള്ളപ്പം ചുടാൻ വേണ്ടിയിട്ട് നിന്നത്. കറിയായാൽ പിന്നെ വെള്ളപ്പം ചുടുന്നതനുസരിച്ച് മക്കൾക്ക് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അരച്ച് ചുടുന്ന കടിയൊക്കെ ആവണ സമയത്ത് നമുക്ക് അടുക്കളയ്ക്ക് ഇറങ്ങാനും ഒരു ഉന്മേഷമാണല്ലേ. എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷന് തലേന്നുണ്ടാവും. തലേന്നും പിടികിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പിറ്റേന്ന് എണീച്ചിട്ടാവും പിന്നെ ഉണ്ടാവണ ഒരു തോന്നൽ, എന്താ ഉണ്ടാക്കുക, എന്താണ് കറി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് മോൾക്കിന്ന് ചോറ് വേണ്ട കേട്ടോ. അവളും സുഹൃത്തുക്കളൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് പുറത്തുനിന്ന് ബിരിയാണി വാങ്ങി കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മോൻക്ക് എന്ന് ചോറിൻ്റെ ആവശ്യമുള്ളൂ. അതിനിടയിൽ ഞാൻ മീനും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പറഞ്ഞാൽ നമ്മളെ വാഴക്കൂമ്പ് കൊത്തിയെറിഞ്ഞിട്ട് അതും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഇനിയിപ്പോൾ സമയത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ ഞാൻ മീനൊക്കെ മുറിച്ച് മസാല പുരട്ടി വെച്ചു. മീൻ മോൻ വരുമ്പോൾ കൊണ്ടുവരണമാണ് കേട്ടോ. മീൻ കുറച്ച് ചീഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും നല്ല മസാലയൊക്കെ തേച്ച കാരണം നല്ല ചെറുനാരങ്ങൻ്റെ നീര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ നല്ലോണം ചതച്ചിട്ട് ചേർത്ത കാരണം ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല നാടൻ അയിലായിരുന്നു കേട്ടോ. അതിനിടയിൽ ഞാൻ ചോറിന് വെള്ളമൊക്കെ വെച്ച് തിളച്ച് വന്നപ്പോൾ അരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിങ്ങനെ ആവണീനനുസരിച്ച് നമുക്ക് ആ ഒരു കുറച്ച് ബുദ്ധിമുട്ട്, അതായത് നമുക്കൊരു പെടാപ്പാടുണ്ടല്ലോ രാവിലെ മക്കൾ സ്കൂൾ മദ്രസയിലൊക്കെ പോണ ഒരു ടൈമിൽ. അപ്പോൾ അതങ്ങനെ ഉണ്ട് ഒഴിഞ്ഞു പോകും. അങ്ങനെ പിന്നെ മീനൊക്കെ മസാല പുരട്ടി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു നാരങ്ങൻ്റെ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യത്തെ ഈ ഒരു പനിയും ജലദോഷവും അന്നങ്ങോട്ട് മര്യാദക്ക് അങ്ങോട്ട് മാറിപ്പോയിട്ടില്ല. ഭയങ്കര ക്ഷീണം, വിശപ്പില്ലായ്മ, വായ്ക്ക് രുചിയില്ല, അങ്ങനത്തെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നാരങ്ങ വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നിങ്ങനെ തോന്നിയപ്പോൾ ഞാൻ പോയിട്ട് അത് നല്ല പുളിയും മധുരമൊക്കെ ആകുമ്പോൾ നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റ് വേറെയാണല്ലോ. അപ്പോൾ വേറെ ഒന്നും ഞാൻ ഇഞ്ചി ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ നാരങ്ങ വെള്ളം കലക്കിയിട്ടത് കുടിച്ചു. അപ്പോൾ ഒരു ഉന്മേഷമൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ കുറച്ച് മുതിര രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഴക്കൂമ്പിൻ്റെ കൂടെ കുറച്ച് മുതിര ഇട്ടിട്ട് അത് മെഴുക്കുവരട്ടിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടിട്ട് കടുവറുക്കും, താളിക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉള്ളി അരിയാൻ എന്തോ ഒരു മടി പോലെ, ഞാൻ പറഞ്ഞല്ലോ പനി മാറിയിട്ട് വല്ലാതെ ഒരു ഉന്മേഷം അങ്ങോട്ടായി വന്നിട്ടില്ല. ഭയങ്കര മടി. ചിലപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാ ഉള്ളിയൊക്കെ അരിയൽ, പക്ഷേ ചില ദിവസങ്ങളിലൊരു മടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊന്നുണ്ട് വെന്തതിന് ശേഷം അതൊന്ന് കടുവറുത്തിട്ടു. പിന്നെ ഞാൻ അടുപ്പം തന്നെ ഒരു ചട്ടി വെച്ചിട്ട് മീനൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ ഒരു കൂട്ടക്കാർക്ക് ഇവിടെ നല്ലോണം നെരിയാൻ പാടില്ല, ഒരു കൂട്ടക്കാർക്ക് നല്ലോണം നെരിയണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് സാവധാനത്തിൽ മീനൊക്കെ പൊരിച്ചെടുത്തു. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ലഞ്ച് മെനു ആണ് കേട്ടോ. സാധാരണ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ താളിപ്പായിട്ടൊക്കെ ഉണ്ടാവില്ല, കറിയായിട്ട്. പക്ഷേ ഇന്ന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കാൻ മെനക്കെ ഇട്ടിട്ടില്ല. വെയ്യാണ്ടാവുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഇതാവില്ലേ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിലേ മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. വീണ്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാറ് വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.